ഇതിലൂടെ പെർഫോം ചെയ്യാൻ പോകുന്നതാണ് നവരാഗമാലിക വർണ്ണമാണ്. കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ വർണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് പറയാം. എല്ലാ വർണ്ണങ്ങളിലെയും പോലെ തന്നെ വിരഹം തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്ട്. സഖിയോട്, സഖി, തോഴി, കൂട്ടുകാരി, ഫ്രണ്ട്, കൂട്ടുകാരിയോട് നായിക പറയുകയാണ്, സ്വാമിയെ അഴിത്തു ഓടിവ സഖിയെ, എന്തൻ സ്വാമിയെ അഴിത്തു ഓടിവ, പ്ലീസ് കോൾ മൈ ബിലവഡ് ആസ് ഏർലി ആസ് പോസിബിൾ. ഇവിടെ കുറച്ച് നോൺ മലയാളീസും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പ്ലീസ് കോൾ മൈ ബിലവഡ്, എൻ്റെ നാഥനെ എത്രയും വേഗം അഴിച്ചു കൊണ്ടുവരുന്നു. ദ സഖി ഈസ് പ്രിറ്റൻഡിങ് ആസ് ഇഫ് ഷി ഡസൻറ്റ് നോ എനിത്തിങ്. ഒന്നും മനസ്സിലാവാത്തതുപോലെയാണ് സഖി ബിഹേവ് ചെയ്യുന്നത്. ഏത് ഹൂയിസ് യുവർ ബിലവഡ്, ആരാണ് ഈ നാഥൻ? ഓ, ഗരുഡവാഹനനാണോ, ഗരുഡൻ്റെ പുറത്ത് വരുന്നവനാണോ? നായിക പറയും, ഇല്ല. പിന്നെയോ, മയിൽ വാഹനനാണോ? സഖിക്ക് അറിയാം, എന്നിട്ടും മയിൽ വാഹനനാണ്. അല്ല, എലിയുടെ പുറത്ത് വരുന്നവനാണോ? ആരാ? ഗണപതി. പക്ഷേ എനിക്ക് തമാശയായി പറയുന്നത്, എൻ്റെ നാഥൻ നന്ദി വാഹനനാണ്. അപ്പോൾ നായിക ഇസ് ഡ്രോയിങ് ഇൻ എ ഡ്രീം, ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീഴുകയാണ്. അതായത് സഖി പോയി നായികനെ കൂട്ടിക്കൊണ്ടുവരുന്നു. നായികയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ നായികയെ ചേർത്ത് നടത്തുന്നു, നായികയുടെ കൈ പിടിക്കുന്നു, അല്ലെങ്കിൽ അവളെ സ്വീകരിക്കുന്നു എന്ന് ഒരു നിമിഷം നായിക ഓർത്തു പോവുകയാണ്. ആൻഡ് അനുപല്ലവി സേസ്, ചന്ദ്രൻ്റെ താപം, ആക്ച്വലി ചന്ദ്രൻ ഇതുവരെ ഐ വാസ് ഫീലിംഗ് ഓൾ കോൾഡ് ആൻഡ് ചിൽ ആൻഡ് ഐ ഫീൽ സോ ഗുഡ് വെൻ ഐ ലുക്ക് അറ്റ് ദ മൂൺ. ഇത്രയും നാൾ ഞാൻ ചന്ദ്രനെ നോക്കുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ ഈ വിരഹത്തിലിരിക്കുമ്പോൾ ചന്ദ്രൻ്റെ കുളിർമ പോലും എനിക്കൊരു താപമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആൻഡ് മൈ ബിൽഡ് ഇസ് ഫാർ അവേ ആൻഡ് ഐ ആം ഓൾ അലോൺ ഹിയർ. എൻ്റെ നാഥനൊക്കെ ദൂരെ എവിടെയോ ആണ്, ഞാൻ ആകെ ഒറ്റപ്പെടലിലാണ്. പെട്ടെന്ന് നായിക സ്വപ്നത്തിൽ എന്ന വണ്ണം നായകനെ കാണുകയും നായകനെ അടുത്തേക്ക് കൊണ്ടുവന്ന് ചന്ദ്രനെ നോക്കി പറയുകയാണ്, നീ കണ്ടോ, എൻ്റെ നായികൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഇനി എന്നെ ഈ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ അങ്ങേക്ക് പറ്റില്ല എന്ന് ചന്ദ്രനോട് പറയുന്നു. പിന്നെ സഖിയുടെ ഈ ടാൻട്രംസ് സഖി കണ്ടിന്യൂ ചെയ്യാണ്. സഖി ഇതൊന്നും മനസ്സിലാവാത്തതുപോലെ നിൽക്കുകയാണ്. ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്? ഇപ്പോൾ നായിക പറയും, നോക്കൂ, ഇറ്റ് സ്പ്രിങ് എവ്രിവെയർ. ഈ സ്പ്രിങ്ങിലാണ് എല്ലാ പൂക്കളും ചെടികളും ഒക്കെ മുളയ്ക്കുന്നത്. അവിടെ കിളികളൊക്കെ കൊക്കുരുമിയിരിക്കുന്നു. എല്ലാവരും സ്നേഹത്തിലാണ്. ഇറ്റ്സ് ഓൾ ഫുൾ ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ടൈം, പ്ലീസ് ഗോ ആൻഡ് ഗെറ്റ് മൈ ബിലവഡ് ടുവേർഡ്സ് മീ. ആൻഡ് വെൻ വി ടോക്ക് ടുവേർഡ്സ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ വർണ്ണ, we talk about the different attributes of Naresha, the cosmic dancer, the one who is having dreadlocks, ജടകളുള്ള, സർവാർ, ശരീരം മുഴുവൻ വിഭൂതിയാൽ വിസ്മരിക്കപ്പെട്ട, the one who is having elephant skin on his chest and a tiger's skin on his waist,